ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്നുള്ളത് ഇവിടെ ആരോഗ്യ കേന്ദ്രത്തിലാണ്. നമ്മളുടെ ഗുരുവായൂർ നഗരസഭയുടെ ആരോഗ്യ കേന്ദ്രം തൈക്കാടിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിന്നിപ്പോൾ വെറുതെ ഒരു മോൻ്റെ ചുമ പനിയൊക്കെ ആയിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് കാണിക്കാൻ വന്നപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പൗരാവകാശ രേഖ കുടുംബാരോഗ്യ കേന്ദ്രം തൈക്കാട് മുനിസിപ്പാലിറ്റി, ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് സെൻ്ററിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. ടൊബാക്കോ അത് മറ്റേ പുകയില കിറ്റിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. കാഴ്ചയിലെ അവംഗങ്ങൾ, കാഴ്ചയിലെ ഇതിനെ കുറിച്ചിട്ടുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ അടുത്തകലെയുള്ള വസ്തുധാരണത്തിന് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ അതിവിടെ വന്ന് നമുക്ക് നോക്കാം. ഉന്നത സ്വീകരിക്കൂ CPU സന്തോഷകരമായ കുടുംബജീവിതത്തിന് കുടുംബാസൂത്രണം എന്നൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുടുംബാസൂത്രണത്തിൻ്റെതായ നിരോധന തുറകളും കാര്യങ്ങളും അതിനൊക്കെ ഡീറ്റെയിൽ, എയ്ഡ്സിൽ നിന്ന് HIV നിന്നൊക്കെയുള്ള സംരക്ഷണം, അതിനൊക്കെ ഡീറ്റെയിലുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. വേണ്ടവർക്കൊക്കെ ഫ്രീ ആയിട്ട് ഇതാ ഇവിടെ ബോക്സിലുണ്ട്. ആവശ്യക്കാർക്ക് ഇവിടുന്ന് സ്വീകരിക്കാം. ഇവിടെ ഡോക്ടറുണ്ട് എന്നൊരു ബോർഡൊക്കെ ഉണ്ട്. വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാം. ഈ സജീവനി OPD മെഡിക്കൽ സേവനങ്ങൾ ഉപയോഗിക്കാം. ആശുപത്രി സന്ദർശനം ഒഴിവാക്കാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വെബ് എന്നൊരു ഇതുണ്ട്. ESANJEEVANIOPD.IN. ഈ സഞ്ജീവനി OPD.IN ആണ്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതാണ് ആ വെബ്സൈറ്റ്. പിന്നെ ആക്ട് പ്രകാരം സുരക്ഷാ നിയമങ്ങളും നിയമശാസനങ്ങളും പ്രവർത്തകരാക്രമിക്കുന്നതിൻ്റെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ മാസവും 9-ാം തീയതി ഗർഭിണികളായ അമ്മമാർക്കുള്ള പ്രത്യേക പരിരക്ഷണത്തിനുണ്ട്. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാനിലൂടെ സർക്കാർ ആശുപത്രികളിൽ 2-ാമത്തെയും 3-ാമത്തെയും ത്രൈമാസത്തിൽ എല്ലാ ഗർഭിണികൾക്കും അമ്മമാർക്കും സൗജന്യ ഗർഭകാല പരിചരണ ചികിത്സ ഉറപ്പുവരുത്തുന്നുണ്ട്. ഗർഭകാലത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന 5 ടെസ്റ്റുകൾ ചെയ്യുമെന്ന് പറയുന്നു. രക്തപരിശോധന, മൂത്രപരിശോധന, രക്തസമ്മർദ്ദം, ഹീമോഗ്ലോബിൻ, അൾട്രാസൗണ്ട് സ്കാനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നോട് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. കുടുംബാരോഗ്യം, ലഹരിയില്ലാത്ത ജീവിതം ആസ്വദിക്കാൻ വേനൽക്കാലം, മാമ്പഴക്കാലം അതൊക്കെ ഉണ്ട് ഇവിടെ. കൊതുകിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ അവൈലബിൾ ആവുന്ന മരുന്നിൻ്റെ ലിസ്റ്റുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻഡു ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗർഭകാലത്ത് അപകട സൂചന, പ്രമേഹം, രക്തക്കുറവ്, രക്തസമ്മർദ്ദം, കുട്ടിയുടെ വളർച്ചക്കുറവ്, ഗർഭകാലത്ത് രക്തസ്രാവം, ഒന്നിലേറെ ഗർഭസ്ഥ ശിശുക്കൾ, അങ്ങനെ ആദ്യ ഗർഭത്തിലെ അപകടങ്ങളെ തരണം ചെയ്ത് വരുന്ന മാതാവിൻ്റെ വയസ്സ് 18-ൽ 35 കുറവും 35 കൂടുതലുമാണെങ്കിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രമേഹം രോഗിയാണോ എന്നുള്ളത് അറിയാൻ സമയമുണ്ടെങ്കിൽ നിർബന്ധമായി പരിശോധന നടത്തുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ലൊരു നാളേക്കുള്ള കരുതൽ, ഗർഭധാരണം, ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിലായിട്ടൊക്കെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് പ്രസവങ്ങൾ തമ്മിൽ 3 വർഷത്തെ ഇടവേള വേണം. അതുപോലെ പ്രസവങ്ങൾ തമ്മിലുള്ള ഇടവുകൾ നിലനിർത്താൻ സഹായിക്കുന്ന താൽക്കാലിക കുടുംബാസൂത്രണ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ഏറ്റവും അടുത്ത ആരോഗ്യ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ത്രീകൾക്കുള്ള താൽക്കാലിക ഗർഭനിരോധനം ഉണ്ടല്ലോ, അന്തര ഒരിക്കൽ ഇഞ്ചക്ഷൻ എടുത്താൽ 3 മാസത്തേക്ക് സുരക്ഷിതമാണെന്നാണ് പറയുന്നത്. സർക്കാർ ആശുപത്രികൾ വഴി സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അത് പ്രസവാനന്തരം 45 ദിവസം പിന്നിട്ടാൽ 45 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കാം. നിലയത്തുന്ന അമ്മയ്ക്കും ഇത് സുരക്ഷിതമാണ് എന്ന് പറയുന്നുണ്ട്. കുഞ്ഞു വിഷാദങ്ങൾ എന്നൊരു സംഭവം പോസ്റ്റ് വെച്ചിട്ടുണ്ട്. കലുഷിതമായ കുടുംബ സമൂഹ അന്തരീക്ഷം, ചെറുപ്പത്തിൽ അനുഭവിക്കേണ്ടി വന്ന മാനസിക, ശാരീരിക, ലൈംഗിക പീഡനങ്ങൾ, 11 വയസ്സിന് മുമ്പ് മാതാപിതാക്കളുടെ മരണം ഏർപ്പാട് ഒക്കെ കുട്ടികൾക്ക് കുഞ്ഞു വിഷാദങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇവിടെ പോസ്റ്റ് വെച്ചിട്ടുള്ളത്. എങ്ങനെ തിരിച്ചറിയാമെന്നും പറഞ്ഞിട്ടുണ്ട്. സങ്കടം, കരച്ചിൽ, ശാരീരികാവസ്ഥ, കുഞ്ഞുവാവുകളിൽ ഉണ്ടാകുന്ന അവസ്ഥ
20-ന് സ്കൂളിൽ പോകാൻ വിമുഖത, ദേഷ്യം, ഉത്കണ്ഠ, ശാരീരിക ലക്ഷണങ്ങൾ, അങ്ങനെയുണ്ട് ഉൾവലിയിൽ സംതൃപ്തി, സംശയങ്ങൾ, ആത്മഹത്യ ചിന്ത എന്ന ഒരു കൗമാരക്കാരിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് പിന്നെ വിഷാദങ്ങളിൽ കാണിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ ആരോഗ്യം കുടുംബക്ഷേമ കേരള സർക്കാർ മിഷൻ ഇന്ദ്രധനുഷ് കീഴടക്കി എന്നൊരു പോസ്റ്റ് വെച്ചിട്ടുണ്ട്. വാക്സിന് പൂർണ്ണ വന്നുകൊണ്ട് ഏർപ്പെടുത്തുന്ന സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭിച്ചു. ഇവിടെ വിഷാദത്തിൻ്റെ വേറൊരു പോസ്റ്റ് വെച്ചിട്ടുണ്ട്. വിഷാദം ലഘുവായിട്ടുണ്ട്, മിതമായിട്ടുണ്ട്, ഗുരുതരമായിട്ടുണ്ട്. എന്തിനും വിഷാദത്തെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് മാനസിക രോഗാവസ്ഥയോടുള്ള പൊതുവായ അവഗണന, ശാരീരിക രോഗങ്ങൾക്ക് കാരണം, ആത്മഹത്യ, ശാസ്ത്രീയ ചികിത്സയ്ക്ക് പകരം മന്ത്രവാദം, ഇതൊക്കെയാണ് ഇതിൻ്റെ അറസ്റ്റി ഫാക്ടറുകൾ വെച്ചിട്ടുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട്. കുത്തിവയ്ക്കപ്പെടുന്ന ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക. കുത്തിവയ്പ്പിന് ശേഷം 2 ദിവസത്തേക്കുള്ള സോപ്പ് ഒഴിവാക്കുക. കുത്തിവയ്പ്പിന് ശേഷം പനിയുടെ മരുന്ന് 2 ദിവസം കൃത്യമായി കൊടുക്കുക. കുത്തിവയ്പ്പെടുത്ത ഉടനെ കുത്തിവയ്പ്പെടുത്ത 5 മിനിറ്റ് നന്നായി അമർത്തി പിടിക്കുക. കുത്തിവയ്പ്പെടുത്ത ഭാഗത്ത് കേക്ക് വരുന്നത് അടുത്തുള്ളത് കുത്തിവയ്പ്പ ആശുപത്രിയിൽ ഡോക്ടറെ തന്നെ കാണിക്കുക. കുത്തിവയ്പ്പിന് ശേഷം പനിയുണ്ടായവരും പ്രതീക്ഷിക്കാം. കുത്തിവയ്പ്പുകൾ തമ്മിലുള്ള ഇടവേള കുറഞ്ഞത് 28 ദിവസം. കുത്തിവയ്പ്പിന് ശേഷം 20 മിനിറ്റ് ആശുപത്രിയിൽ തന്നെ ചെയ്യാവുന്ന പേരുണ്ട്. ഇവിടെ കുടുംബാസൂത്രണ മാർഗം ചായ, സെൻഡ് പ്രോമൻ എന്നൊരു സംഭവമുണ്ട്. ഹോർമോണില്ലാത്ത ഗർഭനിരോധന ഗുളികയാണ് ചായ. മുലയെത്തുന്ന അമ്മമാർക്കും സുരക്ഷിതമായി ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഹോർമോൺ തുടങ്ങിയ ഗർഭനിരോധന ഗുളികൾ കഴിക്കാൻ സാധിക്കാത്തവർക്ക് ഈ ഗുളിക സുരക്ഷിതമായി ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമയത്തെ രക്തം പോക്ക് കുറയ്ക്കുന്നതിന് ഉയർച്ച തടയുവാൻ സഹായിക്കുന്നു. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇത് ലഭ്യമാണ് എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് വെച്ചിട്ടുള്ളത് കുത്തിവയ്പ്പിൻ്റെ ഗർഭനിരോധന മാർഗം എന്നുള്ളതാണ് ഇഞ്ചക്ഷൻ, ഉറകൾ, അതുപോലെ മാല, 2 ഹോർമോണുകൾ അടങ്ങിയ ഗർഭനിരോധന ഗുളികയാണ്. ചായ അഥവാ സെൻക്രോമൻ ഹോർമോണില്ലാത്ത ഗർഭനിരോധന ഗുളികയാണ്. പ്രൊജസ്ട്രേഷൻ മാത്രമടങ്ങിയ ഗർഭനിരോധന ഗുളിക നിങ്ങൾക്ക് കുടുംബം പൂർത്തിയാക്കി കഴിഞ്ഞില്ല. നിങ്ങളുടെയും ജീവിത പങ്കാളിയുടെയും താല്പര്യപ്രകാരം താഴെ കാണുന്ന സ്ഥിരമായ ഗർഭനിരോധന അപ്പോൾ ഇങ്ങനെ സ്ത്രീകളുടെ വന്ധ്യീകരണം, പുരുഷന്മാരുടെ വന്ധ്യീകരണമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാമെന്നുള്ളതിൻ്റെയാണ് കുടുംബ. പിന്നെയുള്ളത് മാതൃശിശു മരണമില്ലാത്ത കേരളത്തിലേക്ക് കൂടിവെക്കുന്ന ഒരു മാസമാണ്. ഗർഭിണികൾക്ക് ആശുപത്രിയിലും തിരിച്ചും സൗജന്യ യാത്രാ സൗകര്യം, ആംബുലൻസ് സർവീസൊക്കെ അവൈലബിൾ ആണ്. കുറഞ്ഞത് 4 പരിശോധന ഗർഭിണികൾക്ക് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. സാധാരണ പ്രസവമായാലും സിസേറിയനായാലും സർക്കാർ ആശുപത്രിയിൽ സൗജന്യ ചികിത്സയാണ്. പിന്നെ ടെസ്റ്റുകൾ ഗർഭധാരണം മുതൽ പ്രസവാനന്തര 6 മാസം വരെയുള്ള അമ്മയ്ക്കും 1 വയസ്സാകുന്നവരെ കുഞ്ഞിനും സൗജന്യ ലാബ് പരിശോധനകളൊക്കെ ഉണ്ട്. അമ്മയ്ക്കും കുഞ്ഞിനും മികച്ച പരിരക്ഷ എന്നുള്ളതൊക്കെയാണ്. പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ആരോഗ്യ സെൻ്ററുകളിൽ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ.